AVK Agro Industries Panathadi. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് ജില്ലയിലുള്ള പനത്തടി പഞ്ചായത്തിൽ കുറിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിയെ പരിചയപ്പെടാനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കമലാസേട്ടനാണ്. AVK അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പുറംനാട്ടിലൊക്കെ ജോലി ചെയ്ത് ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതേപോലൊരു സ്ഥാപനം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആശയം ഉദിക്കുകയും തുടർന്ന് നാട്ടിൽ വന്ന് ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമുക്കറിയണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ തേടി പിടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. കമലസേട്ടാ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തിൻ്റെ വിശേഷമൊക്കെ? സുഖമാണോ? വിശേഷമൊക്കെ നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്താണ്, ഈ സ്ഥാപനമെന്നും അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ഈ സ്ഥാപനത്തെക്കുറിച്ച്? ഓക്കെ, അതായത് കൊറോണ സമയത്ത് വന്നിട്ടാണ് ഒരു കൃഷി തുടങ്ങുന്നത്. ആ കൃഷിയിൽ നിന്നാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇത് ബിസിനസ്സായിട്ട് കൺവേർട്ട് ആവാനും ഒരു സാഹചര്യം ആടെ ഒതുങ്ങിയത്. അതായത് ജോലി ആ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ സപ്പോസ് ഞാൻ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആടുന്ന കൊറോണ വന്നതുകൊണ്ട് കുറേ ആൾക്കൊക്കെ ഒത്തിരി ബെനിഫിറ്റ് കിട്ടി, കുറേ ആൾക്കൊക്കെ ഒത്തിരി നഷ്ടവും ഉണ്ടായി. പിന്നെ എനിക്കും നഷ്ടം തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ബെനിഫിറ്റ്സിലേക്കാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പോഴൊരു ജോലിക്കാരനാകുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ 4 പേർക്ക് ജോലി കൊടുക്കുന്നൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഇത് സ്റ്റാവെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മഞ്ഞളിലായിരുന്നു തുടക്കം. മഞ്ഞൾ കൃഷി കുറേ നടത്തിയ കൊറോണ ടൈമിൽ എവിടെയും പുറത്തു പോകാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ആ മഞ്ഞൾ കൃഷിയിൽ നിന്ന് ഒത്തിരി ഇതുണ്ടായി, മഞ്ഞൾ പ്രൊഡക്ഷൻ കുറേ ഉണ്ടായി, ടൺ കണക്കിന് പ്രൊഡക്ഷൻ ഉണ്ടായി. പക്ഷേ നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ നമ്മളെ കോസ്റ്റ് 250 രൂപ വീഴും. മാർക്കറ്റിൽ അത് മഞ്ഞളുടെ റേറ്റ് 80 രൂപയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ 300 രൂപ എങ്ങനെ എത്തിക്കാമെന്നുള്ളതിലാണ് പൊടിച്ച് പാക്ക് ചെയ്ത് കുറച്ച് അറിയുന്നവർക്കും ഡൽഹിയും ബാംഗ്ലൂർ ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെയാണ് 300 രൂപ മേക്കപ്പ് ചെയ്തത്. അതുകൊണ്ട് നഷ്ടമില്ലാതെ പോയി. അങ്ങനെ ഞാൻ ആടുന്ന് ചിന്തിച്ചു, ഒരു കർഷകൻ എന്തായാലും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണമെങ്കിൽ അവരൊരു ബിസിനസ്മാൻ ആയിരുന്നാൽ മാത്രമേ പറ്റും. ബിസിനസ് മെൻറ്റാലിറ്റി ഇല്ലെങ്കിൽ കർഷകർ എപ്പോഴും കർഷകരായി തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മളെ പറമ്പിൽ കിട്ടുന്ന ഇപ്പം കുരുമുളകായാലും നമ്മുടെ കോക്കനട്ടായാലും ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് കോക്കനട്ട് ഓയിലും ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ ആശയത്തിലാണ് മില്ല് എന്ന് പറഞ്ഞാൽ മില്ല് സ്ഥാപിച്ചു. മില്ല് മാത്രം നമുക്കൊരു പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. മില്ലിൽ നമുക്ക് മഞ്ഞപ്പൊടിയിലും ഇതിൽ മാത്രം. അങ്ങനെയാണ് അടുത്ത ന്യൂട്രി ഫുഡ്സിലേക്ക് കിടക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ടൈപ്പിലൂടെ നമ്മൾ ഒമേഗ 3 ആട്ട പൗഡർ, റാഗി മാൾട്ട്, റാഗി പൗഡർ അങ്ങനത്തെ ഒത്തിരി ഉൽപ്പന്നങ്ങളും ഇത് ചെയ്തു. പിന്നെ DIC സഹായത്തോടു കൂടി നമ്മൾ കുറച്ച് ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത് കറി പൗഡറുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതാക്കി. അങ്ങനെ കറി പൗഡറുകളും ന്യൂട്രി ഫുഡ്സും പിന്നെ നമ്മൾ ഈ മസാല ഐറ്റംസും സ്പൈസസും പിന്നെ തേനും, അതിൻ്റെ അകത്ത് തേനും കൂടെ നമ്മൾ ആഡ് ചെയ്തിൻ്റെ കർഷകരിൽ നിന്ന് എടുക്കുന്നു. പിന്നെ നമ്മളും കൂടെ കുറേ പെട്ടി വെച്ച് തേനീച്ച വളർത്തി തേനും കൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 30-35 പ്രോഡക്റ്റ് നമ്മളിപ്പം മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അത് മാർക്കറ്റിംഗ് ലോക്കൽ മാർക്കറ്റിംഗ് ലെവലിൽ നമ്മൾ ഔട്ട്ലെറ്റിൽ കൂടിയാണ് ഞങ്ങൾ ഇപ്പം സപ്ലൈ ചെയ്യുന്നത്. അതിപ്പോൾ ഓൺലൈനിൽ കൂടി നമ്മളിപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പോക്കറ്റ് മാർട്ടിൽ ലാസ്റ്റ് ഓണത്തിൻ്റെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ പോക്കറ്റ് മാർട്ടിൽ കൂടിയും പോകുന്നുണ്ട്. പിന്നെ ഇന്ത്യ മാർട്ടിൽ രജിസ്റ്റേർഡ് ആണ്. പിന്നെ മീഷോയും ഫ്ലിപ്കാർട്ടും ആമസോനൊക്കെ ഇപ്പം പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു.
സോ ഇന്നൊരു 2 മന്ത്സിൻ്റെ ഉള്ളിൽ അത് ആക്റ്റീവ് ആകുന്നതാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇത് സ്റ്റാർട്ടിങ് ആയിക്കൊണ്ടിരിക്കുന്നത്.